മാനസപുത്രി. സർ, കുറച്ചു മുമ്പ് കൊണ്ടുവന്ന ആക്സിഡന്റ് കേസ് എന്റെ അങ്കിളും ആന്റിയുമാണ്. എന്താ അവരുടെ കണ്ടീഷൻ ഡോക്ടർ? രണ്ടുപേരും അൺകോൺഷ്യസ് ആണ്. അയാളുടെ പരിക്ക് അത്രയ്ക്ക് ഗുരുതരമല്ല. പക്ഷേ ആ സ്ത്രീ അത്യാവശ്യം വേണ്ട ട്രീറ്റ്മെന്റ് എല്ലാം ഞങ്ങൾ കൊടുത്തു കഴിഞ്ഞു. തലയ്ക്ക് മാരകമായ മുറിവുണ്ട്. ഇനി ഇമ്മീഡിയറ്റ് ഓപ്പറേഷൻ വേണ്ടിവരും. അതിനുശേഷം മാത്രമേ എനിക്കെന്തെങ്കിലും. ഡോക്ടർ, ശക്തമായ ആഘാതവും ആഴത്തിലുള്ള മുറിവും ഇന്റേണൽ ഇഞ്ചുറിക്കുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങളാലാവും വിധം ഞങ്ങൾ പരിശ്രമിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം. ഡോക്ടർ, ആന്റിയുടെ ജീവൻ ഒന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി പ്ലീസ് ഡോക്ടർ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ കുറച്ച് ബ്ലഡ് അറേഞ്ച് ചെയ്യണം. അവരെ ഉടനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. ശരി. ഹലോ, ഇവിടുണ്ട്. ദീപ, ആരാ അത്? ആദർശല്ലേ? ദീപ, ആദർശ് എന്താ പറഞ്ഞേ? ഞാൻ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാതിരുന്നേ? അത് പിന്നെ അവരിപ്പ വരും. ദീപ, സത്യം പറ, നീ എന്നിൽ നിന്ന് എന്തോ ഒളിക്കുന്നുണ്ട്. എല്ലാവരും കൂടി എന്നോട് ഇങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന എന്തിനാ? അച്ഛനും അമ്മ എവിടെ? പറയാൻ. ദീപ, ആദർശ് എന്താ നിന്നോട് പറഞ്ഞേ? എന്നോട് പറയാനേ പറഞ്ഞേ. നീ ടെൻഷൻ അടിക്കണ്ട. അത് അങ്കിളിനും ആന്റിക്കും ഒരു ആക്സിഡന്റ്. അവര് ഹോസ്പിറ്റലില്. എന്നിട്ടാണോ എന്നോട് പറയാതിരുന്നേ? അത് ഏത് ഹോസ്പിറ്റലില്? എനിക്കിപ്പോ അവരൊന്ന് കാണണം. സോഫി, അവരെ ഒന്ന് വിളിച്ചിട്ട്. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ പോണം നമുക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് വേറെ ഒന്നും കേൾക്കണ്ട. സോഫി, ദീപ വാ. ആദർശ്, അവരോട് ഒന്നുകൂടെ ചോദിച്ചു നോക്ക. എനിക്ക് ടെൻഷൻ താങ്ങാൻ വയ്യ. ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങാതെ ഒന്നും അറിയാൻ പറ്റില്ല. താൻ പേടിക്കാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല. ആശ്വാസവാക്കുമായി തന്നെ ഡോക്ടർ പുറത്തിറങ്ങും. എന്താ അച്ഛനും അമ്മയ്ക്ക് സംഭവിച്ചേ? അത് ചെറിയൊരു ആക്സിഡന്റ്, പ്രശ്നങ്ങളൊന്നുമില്ല. എവിടെ? എനിക്കൊന്ന് കാണണമായിരുന്നു. അത് പിന്നെ ആക്സിഡന്റിന്റെ ആഘാതത്തില് രണ്ടുപേരെയും ബോധമില്ലാതെ ഇവിടെ കൊണ്ടുവന്നത്. ഡോക്ടർ നോയിക്കൊണ്ടിരിക്കുക. ഇല്ല, സാറിന്റെ മുഖം കണ്ടാൽ എനിക്കറിയാം കാര്യമായി എന്തോ കുഴപ്പമുണ്ട്. പറ, എന്താ സംഭവിച്ചെന്ന് എന്നോട് പറ. സോഫി പ്ലീസ്, കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം.